അന്നപൂർണ ദേവി, നിന്റെ മഹത്വം എന്താണെന്ന് 4 ദിക്കിലുള്ളവരും അറിയണം. നിന്റെ ശക്തി അറിയാൻ വേണ്ടി ആഗ്രഹത്തോടെ എത്തുന്നവരാരാണെങ്കിലും അവരെത്ര പുണ്യം ചെയ്തവരായിരിക്കും. നമസ്കാരം പൂജാരി അങ്ങുന്നേ. നമസ്കാരം. അമ്മ തന്നെ ഇങ്ങോട്ടെത്തിച്ച ഭക്തരെ പോലെയുണ്ട് നിങ്ങൾ. ഏതാ ദേശം? കൊല്ലംകോടാ. ഓ, ഇന്നിവിടെ ഉത്സവം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. സന്തോഷം. ഇന്നിവിടെ ഞങ്ങൾ നടത്തുന്ന ഉത്സവത്തിന്റെ പേര് അന്നപൂർണ ദേവി കടാക്ഷോത്സവം. വെരി ഇൻട്രസ്റ്റിംഗ്. ഈ ഉത്സവത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ ഡൗട്ട് ചോദിക്കട്ടെ പൂജാരി? ചോദിക്കുമോളെ. ഈ ഏരിയയിലെങ്ങും കുളങ്ങളോ തോടുകളോ നദികളോ ഇല്ല. കൃഷി ചെയ്യാൻ മഴയല്ലാതെ വേറൊരു വഴിയുമില്ല. എന്നിട്ടും എന്താ ഭൂമിദേവി നല്ല പച്ച സാരി ഉടുത്ത പോലെ ഭൂമി ഇങ്ങനെ പച്ച പിടിച്ചു നിൽക്കുന്നത്? അതെല്ലാം ആ അന്നപൂർണേശ്വരിയുടെ ദയയാണ് മോളെ. അത്ര മഹത്വമുള്ള ദേവിയാണോ? അമ്മയുടെ മഹത്വം അറിയാനുള്ള നിങ്ങളുടെ ആഗ്രഹം കാണുമ്പോ എനിക്ക് സന്തോഷമുണ്ട് മോളെ. അമ്മയെക്കുറിച്ച് പറയേണ്ടത് എന്റെ ധർമ്മം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരുണദേവന്റെ കരുണ നഷ്ടപ്പെട്ട് ശാപഭംഗിലമായ ഭൂമിയാണിത്. തൊണ്ട നനയ്ക്കാൻ വെള്ളമില്ല, ഭൂമിക്കിടയിൽ നനവില്ല. ഇനിയും നമ്മൾ ഇവിടെ തന്നെ നിൽക്കണോ ഗോവിന്ദൻ ചേട്ടാ? നാട്ടുകാരൊക്കെ വീട് ഉപേക്ഷിച്ച് പട്ടണത്തിലേക്ക് പോയി. നിങ്ങൾക്ക് മാത്രം എന്താ മടുത്തില്ലേ? ഗംഗയുടെ മണ്ണിന് ജീവൻ കൊടുക്കാൻ പറ്റാത്ത ഒരാളും ഇല്ല ഇവിടെ. പോയവരുടെ നിർഭാഗ്യം. സകല ദൈവങ്ങളെയും 1000 വട്ടം വിളിച്ച് പ്രാർത്ഥിച്ചു. മഴ നൽകണമേ ദൈവമേ, നൽകണമേ. ഞങ്ങളുടെ കണ്ണീരിന് ഭൂമിയെ നനപ്പിച്ച് വിത്ത് മുളപ്പിക്കാൻ കഴിയില്ല. അന്നപൂർണേശ്വരി അമ്മേ, ഈ ഭൂമിയുടെ ചൂടിനെയും ഞങ്ങളുടെ വയറിന്റെ വിശപ്പിനെയും അടക്കിത്തരയണമേ അമ്മേ, അടക്കിത്തരയണമേ. വിഷമിക്കല്ലേ, ജോലി ചെയ്യാം. എന്താ പറ്റി? എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? എന്തു പറ്റി? നിങ്ങൾ പോയി വിശ്രമിക്ക്. ഇത് ഞാൻ ഒറ്റയ്ക്ക് എഴുതോളാന്നേ. പട്ടിണിയും കടവും സഹിക്കാൻ വയ്യാതെ കാളകളെ വരെ നമുക്ക് വിൽക്കേണ്ടി വന്നു. ഇനി ഈ ഭൂമിയിൽ കൃഷി വിളയിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ കുഴിച്ചിടുകയാണ് നല്ലത്. അയ്യോ, എന്താണിതെന്ന്? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? നോക്ക്, ഇങ്ങോട്ട് നോക്കുന്നേ. പട്ടണത്തിലുള്ള നമ്മുടെ മോൻ പ്രസാദ് ഒരു ജോലി നേടുന്ന വരെയല്ലേ ഉള്ളൂ നമുക്ക് ഈ കഷ്ടപ്പാട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് അയ്യോ, അതെ,
ഒന്ന് നോക്കിക്കേ. കല്ലിൽ തട്ടിയതല്ല ശാന്തേ, എന്തോ പെട്ടിയാണെന്ന് തോന്നുന്നു. നീ വന്നേ. ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്താണെന്ന് നോക്കാം. ഓ മൈ ഗോഡ്, നിങ്ങൾ പറയുന്നത് കൺമുന്നിൽ കണ്ടതുപോലെ ഇമോഷണലാണ്. അത് കഴിഞ്ഞിട്ട് എന്തു പറ്റി? അന്ന് അവർക്ക് കിട്ടിയ ആ അമ്മയുടെ പെട്ടി അഗ്നിതാണ്ഡവം നടത്തുന്ന പ്രകൃതിയെ തടഞ്ഞു നിർത്തി അനുഗ്രഹമാകുമെന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കിയെന്നോ? എങ്ങനെ? വേദവതിയമ്മ പുറപ്പെടാൻ സമയമായിട്ടുണ്ട്. ബാക്കിയുള്ള കഥ ഞാൻ പിന്നീട് പറയാം മോളെ. വേദാവതിയോ? അതാരാ? അമ്പലത്തിലെ ഈ അന്നപൂർണേശ്വരിയെ പോലെ ജനഹൃദയത്തിൽ വേദവതിയമ്മ കുലദൈവമാണ്. അതൊരു പുണ്യജന്മമാണ്. രാമന്റെ പാദം പതിഞ്ഞ് കല്ല് അഹല്യായി മാറിയതുപോലെ അവളുടെ പാദം പതിഞ്ഞ് വരണ്ട ഭൂമി പോലും ഒരു സ്വർഗഭൂമിയായി മാറി. ഉണങ്ങിക്കരിഞ്ഞ ചെടികൾ പൂത്തു തുടങ്ങി. ഉറക്കെ അലറിക്കരഞ്ഞ മനുഷ്യരുടെ നിലവിളികൾ ആനന്ദമായി മാറിത്തീർന്നു. എടാ രാധാകൃഷ്ണ, എന്റെ ഭാര്യ അടുത്തുള്ള ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ ഒറ്റയ്ക്ക് തലയിലെടുത്ത് വയ്ക്കുന്നുണ്ട്. വർഷങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും വീട്ടുകാർക്കൊന്നും ബുദ്ധി വയ്ക്കുന്നില്ലല്ലോടാ. കേട്ടില്ലേ? അച്ഛനത് എന്നെ മാത്രം ഉദ്ദേശിച്ചാ പറഞ്ഞത്. ലാസ്റ്റ് വീക്ക് 250 വാങ്ങിയ ഷെയർ ഈ വീക്ക് 750 ആയി ലാവണ്യ. നിങ്ങൾക്ക് ഷെയറിന്റെ പ്രാന്ത്, നിങ്ങളുടെ അമ്മയ്ക്ക് ജാതകത്തിന്റെ പ്രാന്ത്. എന്നെ അനാവശ്യമായിട്ട് ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടതാ. മനുഷ്യൻ ഇവിടെ കിടന്ന് ചാവൂ. ഞാൻ കൊണ്ടുവന്ന പൈസ അല്ലാതെ എന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്നു. ലാവണ്യ, മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഓക്സിജൻ വേണം. ആ ഓക്സിജൻ വാങ്ങണമെങ്കിൽ പൈസ തന്നെ വേണം. ഗ്രാവിറ്റേഷൻ പവറിനേക്കാൾ കറൻസിയുടെ പവർ ആ പ്രപഞ്ചത്തിന് ആവശ്യം. മനസ്സിലായല്ലോ? നീ പുറത്തേക്ക് വാ. ആ ലാപ്ടോപ്പ് എടുത്ത് വെച്ചൂടെ? ഇത്ര വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായില്ലല്ലോ അച്ഛാ. അതുകൊണ്ട് ഇത് കുട്ടികളി പോലെ ശീലമായിപ്പോയി. എന്റെ വിധി. മോളെ വസന്ത, ടൈം ആയില്ല മോളെ, വേഗം വാ. വരുന്നച്ചാ. അതെ, ആരുമില്ലേ? എന്താടി? വേഗം ആ പൂവൊക്കെ എടുത്തോണ്ട് വാ. വരുന്ന മരുമോൻ എന്നെ പൂ പോലെ കൈവെള്ള വെച്ച് നടക്കുന്നു വിചാരിച്ചതാ. ഇങ്ങനെ പൂപാത്രം എടുപ്പിക്കുന്നു വിചാരിച്ചില്ല. അയ്യോ, അതെ.
ശ്രീകർ ചേട്ടനും തമ്മിലുള്ള കല്യാണം നിങ്ങളുടെ കയ്യിൽ ഈ വീടിന്റെ അഗ്രതാമ്പൂലം രണ്ടും സ്വപ്നമാണച്ചാ. ഒന്നും മിണ്ടാതെ വരുന്നുണ്ടോ? വന്നേ. അച്ഛാ, വേദാവതി അമ്മ പ്രസാദം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമെന്ന് കരുതിയപ്പോ അകത്തേക്ക് കേറാനേ സമ്മതിക്കുന്നില്ല. അതങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ അല്ല മോളെ. ആ നിവേദ്യം ഉണ്ടാക്കാനുള്ള അർഹത അവൾക്ക് മാത്രമേ ഉള്ളൂ മോളെ. എല്ലാ വർഷവും 3 ദിവസം മുൻപ് ഹൈദരാബാദിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതും ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛാ? ആ വലിയ മനുഷ്യര് എന്നെ ഏൽപ്പിച്ച കടമയാണിത്. അതുകൊണ്ട് നിർബന്ധമായും വരണം. എന്റെ ഭാര്യയുടെ ജാതകം ഈ നാടിന്റെ പ്രശ്നങ്ങൾ തീർത്ത് ഞങ്ങളുടെ കുടുംബത്തിനെ മഹത്വമുള്ള ഒന്നാക്കി മാറ്റി. ജനം നമ്മുടെ വംശത്തിന് തരുന്ന ബഹുമാനത്തെ സംരക്ഷിച്ചു തന്നെ നിർത്തണം. ചെറിയവൻ എവിടെ പോയി? ശ്രീകർ, ശ്രീകർ, രാമൻ പിതൃത്വം പരിപാലിക്കുന്നവന്, എന്റെ ശ്രീകർ മാതൃത്വം പരിപാലിക്കുന്നവന്. ഞാൻ ആശിക്കുന്ന പോലെ എന്റെ സ്വപ്നങ്ങളെ സത്യമാക്കുന്ന മരുമകൾ ഇവൻ കൊണ്ടുവരും. എല്ലാം നിങ്ങളുടെ ആശീർവാദം അമ്മേ. നമുക്ക് ഇറങ്ങിയാലോ? അല്ല, അമ്മയുടെ വർഷങ്ങളായി കൈമാറി വന്ന ആചാരങ്ങളെ വേദവതി സംരക്ഷിച്ചുകൊണ്ടിരുന്നു. ഇനി മുതൽ ആ ബാധ്യത വരുന്ന മരുമകൾക്കായിരിക്കും. വേദവതിയുടെ അന്വേഷണം എന്ന് അവസാനിക്കുവോ എന്തോ. നിന്റെ സ്വപ്നങ്ങൾ സത്യാക്കുന്ന മരുമോൾ എവിടെയുണ്ടെന്നാ? നിന്നെ തേടി ഓടിയെന്ന് വരുമല്ലേ? ഒന്ന്, നാല്, 7, 8, 9, 10. സബാഷ് അവനി, കൃത്യസമയത്തെത്തി നീ നിന്റെ അളിയന്റെ മാനം രക്ഷിച്ചു.
ഇത് ചേച്ചി അവരുടെ പണം കൊടുത്തേക്ക്. സ്ത്രീധനം നമ്മുടെ വീടിന് ദോഷമാണെന്ന് നിങ്ങളോട് എത്ര തവണ പറയണം? നഷ്ടം 2, 3, 4. ബാലാജി, ഇത് പാലിന്റെ പൈസ. സുരേഷേട്ടാ, തന്റെ പറ്റുകാശെന്നാ. രാജേഷേ, നിന്റെ ഓട്ടോ കൂലി. കിട്ടേണ്ടത് കിട്ടിയില്ലേ? സമയം കളയാതെ എല്ലാരും വിട്ടോ. എല്ലാ മാസവും നിന്റെ വീടിന്റെ വാതിക്ക് വന്നിങ്ങനെ തെണ്ടുന്നതൊക്കെ അത്ര സുഖമൊന്നുമല്ല. എന്റെ ഭാരം നീ എത്ര കാലം തലയിൽ ഞാൻ പണിക്ക് പോയ ദോഷമാണെന്ന് പണിക്കര് പറഞ്ഞതുകൊണ്ട് എനിക്ക് പണിക്ക് പോകാൻ പറ്റാത്തോണ്ടല്ലേ. അല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ പൊന്നു പോലെ നോക്കുമായിരുന്നില്ലേ. അവളുടെ പൈസ ഇങ്ങ് തന്നോ. എനിക്കും ചെലവുകളൊക്കെ ഇല്ലേ സുജാതെ? ചേച്ചി, സൗമ്യയുടെ സ്കൂൾ ഫീസിന് പൈസ എന്റെ കയ്യിലുണ്ട് ചേച്ചി. എന്റെ കുടുംബം നോക്കാൻ വേണ്ടി നീ ഒരു കല്യാണം പോലും കഴിക്കാതെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് ജോലി ചെയ്യുമല്ലേ. എനിക്കത് ഇഷ്ടമാവുന്നില്ല. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ മോളെ. ചേച്ചി, എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് അച്ഛനും അമ്മയും എന്റെ അടുത്തില്ലെങ്കിലും അത് അറിയിക്കാതെ നിങ്ങൾ എന്നെ വളർത്തിയത്. നിങ്ങൾ എനിക്ക് ഭാരമല്ല, എന്റെ ഉത്തരവാദിത്വ ചേച്ചി. അമ്മയെ പോലെ നോക്കിയതിന് നീ ഒരു അമ്മയുടെ സ്ഥാനം ഏറ്റെടുത്ത് ഞങ്ങളെയൊക്കെ നോക്കുന്നില്ല മോളെ. ചേച്ചി, ഓഫീസിൽ പോകാൻ സമയം. ഞാൻ റെഡി ആയിട്ട് വരാം. അമ്മേ, അവനിതാ. താങ്ക്സ് ചേച്ചി. ബൈ ബൈ. ബൈ ഏഞ്ചൽ. ബൈ. ബൈ.